സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ചരിത്രത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ യുദ്ധത്തെ തോൽപ്പിക്കുന്നത് മാസങ്ങളോ വർഷങ്ങളോ എടുക്കാറുണ്ട്. എന്നാൽ വെറും 13 ദിവസം കൊണ്ട് ശത്രു സൈന്യത്തെ മുട്ടുകുത്തിച്ച് പുതിയൊരു രാജ്യം തന്നെ സൃഷ്ടിച്ച കഥ നിങ്ങൾക്കറിയാം. അതും ടാങ്കുകളും തോക്കുകളും ഒപ്പം സൈക്കിളുകളിലും ബോട്ടിലും സഞ്ചരിച്ച് ഇന്ത്യൻ സൈന്യം നടത്തിയ ആ വിശ്വരൂപം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1971 റൈസ് ടു ധാക്ക എന്ന അതിസാഹസമായ നീക്കത്തെ കുറിച്ചാണ്. 1971 ഡിസംബർ, ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം മുറുകുന്നു. കിഴക്കൻ പാകിസ്ഥാന്, ഇന്നത്തെ ബംഗ്ലാദേശ്, മോചിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. സാധാരണഗതിയിൽ അതിർത്തിയിലുള്ള നഗരങ്ങൾ ഓരോന്നായി ഏറ്റെടുക്കുകയും പിന്നെ അതിനുശേഷം മുന്നേറാനുമാണ് സൈന്യം പദ്ധതിയിടുന്നത്. എന്നാൽ ഇന്ത്യൻ ആർമി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ലക്ഷ്യം ഒന്ന് മാത്രം, ധാക്ക. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യം പോകുന്ന വഴിയിലുള്ള പാലങ്ങളെയെല്ലാം തകർത്തു. വലിയ വാഹനങ്ങൾക്ക് നീങ്ങാൻ കഴിയാത്ത രീതിയിൽ ചതുപ്പുനിലങ്ങളും പുഴകളും തടസ്സമായി നിന്നു. ഇവിടെയാണ് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ നാടൻ ബുദ്ധി പുറത്തെടുക്കുന്നത്. വാഹനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ നമ്മുടെ സൈനികർ അവിടെ ഉണ്ടായിരുന്ന സൈക്കിളുകളും റിക്ഷകളും പിടിച്ചെടുത്തു. ആയുധങ്ങളും തോളിലേറ്റി സൈനികർ സൈക്കിൾ ചവിട്ടി ശത്രുപാളയത്തിലേക്ക് കുതിച്ചു. കിട്ടിയ ബോട്ടുകളും ചങ്ങാടങ്ങളിലും ടാങ്കുകൾ കയറ്റി അവർ അക്കരയെത്തി. പാകിസ്ഥാൻ സൈന്യം കരുതിയിരുന്നത് ഇന്ത്യൻ സൈന്യം വരാൻ ആഴ്ചകൾ എടുക്കും എന്നാണ്. എന്നാൽ നേരം വെളുത്തപ്പോൾ കാണുന്നത് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്നതാണ്. करीब 5:30 बजे शाम के 3 दिसंबर पाकिस्तान ने हमारे ऊपर एक हमला किया. पाकिस्तानी हवाई जहाजों ने हमारे अमृतसर, पठानकोट, श्रीनगर, अवंतीपुर, उत्तरलाई, जोधपुर, अंबाला और आगरे के हवाई अड्डों पर बमबारी की. पश्चिमी पाकिस्तान की लड़ाई थी, वो लड़ाई भारत पर भी आ गई है. इस चुनौती का सामना जोरों से करना है. मुझे जरा भी संदेह नहीं है कि विजयी भारत की जनता की, भारत की बहादुर सेना की होगी. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ മിന്നൽ വേഗത കണ്ട് പാക് ജനറൽ റിയാസും സൈന്യവും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 1971 ഡിസംബർ 16, വെറും 13 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ 93,000 പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കീഴടങ്ങി. അങ്ങനെ ബംഗ്ലാദേശ് എന്നൊരു പുതിയൊരു രാജ്യം പുറത്തു. ഇന്നും ലോകത്തിലെ മിലിറ്ററി അക്കാഡമികളിൽ പഠിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വേഗതയും ശക്തിയും. നമ്മുടെ ഈ ജവാന്മാരുടെ വീരഗാഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലുള്ള കൂടുതൽ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ജയ് ഹിന്ദ്.